അങ്ങനെ ഇതാ ഞാൻ വീണ്ടും വീണ്ടും വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ ഫ്രൈഡേ വ്ളോഗാണ്. അതായത് ഇന്ന് എനിക്ക് പോകാനുണ്ട്. പോകുന്നതിന് മുമ്പായിട്ട് കുറച്ച് പണികളൊക്കെ തീർക്കാനുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ മക്കളോട് പറഞ്ഞ് വേഗം പണിയൊക്കെ തീർക്കണം, എന്നാലും മാത്രമേ പോകാനുള്ള പറ്റൂ. ഇന്ന് ഫ്രൈഡേ ആണ്, എന്തോ ശ്രീകൃഷ്ണ ജയന്തി, എന്തോ ഒരു ജയന്തിയായിട്ട് ഇന്ന് സ്കൂൾ ലീവാണല്ലോ, എന്തെങ്കിലും ആയിട്ട് അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞാൽ അവർ വേഗം പണിയെല്ലാം തീർക്കും, ഇന്ന് പോകാനുണ്ടെന്നെല്ലാം പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് പിന്നെ അവിടുത്തെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. അവിടുത്തെ കടല പോലത്തെ കിച്ചണും വർക്ക് ഏരിയയിൽ നിങ്ങൾക്ക് കാണണ്ടേ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിഷ്ടം തന്നെ ലൈക്ക് കൊടുക്കണേ. ഇന്ന് പിന്നെ എണീക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പോയിട്ട് ഏകദേശം ഒരു 8:30 മണിയെല്ലാം ആയിട്ടുണ്ട്. പിന്നെ എണീച്ച് നോക്കുമ്പോൾ ഉറപ്പില്ലാലും പിന്നെ ഈ തമ്പുരാനെ വിശന്നിട്ട് നിൽക്കാൻ കഴിയുന്നില്ല. അപ്പം ഞാൻ കരുതി ഈസിയായിട്ട് റെഡിയാക്കാൻ പറ്റിയിട്ടുള്ളത് പൂരിയേ ഉള്ളൂ, അതന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം പൂരിയാന്ന് റെഡിയാക്കിയത് കേട്ടോ. അങ്ങനെ രാവിലത്തെ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് തന്നെ ഞാൻ കുറച്ച് മീൻ ബിരിയാണിയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് നമ്മളെല്ലാം ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ ഞാൻ വീണ്ടും കുക്കിംഗ് വീഡിയോയിലേക്ക് എന്നെ വരും കേട്ടോ. കുക്കിംഗ് ഇല്ലാണ്ട് നമുക്ക് എന്ത് പരിപാടിയല്ലേ. അങ്ങനെ എൻ്റെ വീട്ടിലെ പണിയെല്ലാം കഴിഞ്ഞേരം ഞാൻ കുറച്ച് കഴിഞ്ഞേരം ഉമ്മാൻ്റെ അടുത്ത് പോയി. അങ്ങനെയാണ് എനിക്ക് ഇവിടുത്തെ വീഡിയോ എടുക്കണം തോന്നിയത്. അങ്ങനെ വീഡിയോ എടുക്കുന്നതെന്ന് പറയുമ്പോൾ മൂപ്പരുത്തി പിന്നെ മുടിയെല്ലാം വാരുന്നുണ്ട് കേട്ടോ. ആൻറ്റിയും വീഡിയോ എടുക്കണം എന്നെല്ലാം പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ എടുത്ത് വീഡിയോ ആണ് കേട്ടോ. ഉമ്മാൻ്റെ അടുത്ത് വലിയ കടൽ പോലത്തെ കിച്ചണും കടൽ പോലത്തെ വർക്കേരിയല്ലാന്ന് നല്ല വണ്ണുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് കിച്ചണൊക്കെ ഇങ്ങനെ തന്നെയാണ്. വർക്കേരി പിന്നെ ഇവർ കുറച്ച് വീതി കൂട്ടിയിട്ടുണ്ട്, നീളെല്ലാം തന്നെയാണ്. പിന്നെ ഏകദേശം പണി നടക്കുന്നുണ്ട്, കംപ്ലീറ്റ് ആയിട്ടില്ല. കബോർഡ്സിൻ്റെ പണി എടുക്കാനുണ്ട് തോന്നുന്നു. പിന്നെ ആ ഒരു കബോർഡ്സില്ല, അത് ശരിക്കും എൻ്റെ കോപ്പി അടിച്ചതാണ് കേട്ടാ. ഞാൻ ദുബൈയിലുള്ള സമയത്താണ് ഈ ഒരു പണിയൊക്കെ നടന്നാണ്. അപ്പോൾ എന്നോട് മോൾ പറഞ്ഞിട്ടുണ്ട് ഉമ്മാൻ്റെ അതേ കബോർഡ്സ് ഉണ്ട്, ഇവിടുന്ന് ഉമ്മമ്മയും കൂട്ടുന്നതെന്ന് പറഞ്ഞത്, അത് സെറ്റാക്കുന്നുണ്ടെന്ന് പറഞ്ഞു, അതായത് പണിക്കാരെ വെച്ചിട്ട്. അങ്ങനെ ഞാൻ ദുബായിൽ നിന്ന് വന്നേരം ഇതൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ എല്ലാം കൊണ്ട് ഇവിടെ നിന്ന് കീറിയവരും അങ്ങനെ തുറന്ന് നോക്കിയാലും വീഡിയോ എടുത്തിയാണ്. പിന്നെ അതിൻ്റെ താലെല്ലാം കബോർഡ്സ് വരാനുണ്ട്, അത് ഇൻഷാ അല്ലാഹ് അനിയുടെ കല്യാണമെല്ലാം ഏകദേശം വരാനുണ്ട്. സെറ്റായിട്ടൊന്നുമില്ല, അന്നേരം ബാക്കി പണിയെല്ലാം എടുക്കാനുണ്ട് തോന്നുന്നു. ഇനി ഞാൻ നേരെ എൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ അസുരസ്കാരെല്ലാം കഴിഞ്ഞിട്ട് ഒരു 4:30 മണിക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ മേലയിൽ നിന്ന അവിടെ നമുക്കൊരു ഓട്ടോ കിട്ടി നേരെ വീട്ടിലല്ല ഷോപ്പിലേക്കാണ് പോകുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്കില്ല വീട്ടിൽ നിന്ന് ഇറങ്ങാൻ ഭയങ്കരമായിട്ട് മടിയുണ്ട് റബ്ബേ, എന്താണെന്നറിയില്ല, വല്ലാതെ ഒരു മടി. പിന്നെ ഇതെല്ലാം വാങ്ങാണ്ട് എന്താ ശരിയാകുക, ഇതെല്ലാം വാങ്ങിക്കണമെങ്കിൽ ഞാൻ തന്നെ പുറത്തിറങ്ങണം, പിന്നെ എന്താ ചെയ്യുക. അങ്ങനെയാണ് അങ്ങനെ ഇത് നമ്മൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ എടുക്കുന്നത് മോളാണ്, അതുകൊണ്ട് കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അമ്മക്കുണ്ട് പച്ചയാണ് കേട്ടാ, പച്ചയാണെന്ന് ഇത് പച്ചയാണ്, പച്ച നല്ല കുഴപ്പമില്ല കേട്ടാ. ഇതെടുത്തോ, ഇതെടുക്ക്. എത്ര രണ്ടിലെണ്ണയാ മതി.